കേരള സംസ്ഥാന സർക്കാരിന്റെ ഓണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ഇതിനു പിന്നാലെ ഒന്നാം സമ്മാനം കരസ്ഥമാക്കി ഭാഗ്യവാനെ തേടി വലിയ അന്വേഷണമാണ് നടന്നത്. എന്നാൽ ഒന്നാം സമ്മാനമായ 12 കോടി രൂപ അടിച്ചയാളെ നാട്ടിൽ അന്വേഷിച്ചിട്ട് കാര്യമില്ല. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒന്നാം സമ്മാനമായ 12 കോടി രൂപ അടിച്ചയാളെ നാട്ടിൽ ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ല. ആ ഭാഗ്യവാൻ ഇവിടെ ദുബായിലാണ്. അബുഹായിലിൽ മലയാളിയുടെ റെസ്റ്റോറന്റിലെ അടുക്കളയിൽ സഹായിയായ വയനാട് പനമ്പരം സ്വദേശി സൈതലവിയാണ് ആ ഭാഗ്യവാനെന്നാണ് അവകാശപ്പെടുന്നത്. ഒരാഴ്ച മുമ്പ് സൈതലവിക്ക് വേണ്ടി കോഴിക്കോട്ടെ സുഹൃത്താണ് TE 645465 എന്ന നമ്പർ ടിക്കറ്റ് എടുത്തു നൽകിയത്. ഇതിന് ഗൂഗിൾ പേ വഴി 300 രൂപ സൈതലവി സുഹൃത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ടിക്കറ്റിന്റെ ചിത്രം സുഹൃത്ത് സൈതലവിക്ക് വാട്സാപ്പ് വഴി അയച്ചു കൊടുക്കുകയും ചെയ്തു. സുഹൃത്ത് ഇപ്പോൾ പാലക്കാടാണ് ഉള്ളതെന്നാണ് വിവരം. ഇന്നലെ നടന്ന നറുക്കെടുപ്പിലാണ് സമ്മാനം ലഭിച്ച വിവരം അറിഞ്ഞത്. സൈതലവിയുടെ മകൻ വയനാട് നിന്ന് പാലക്കാടെത്തി ടിക്കറ്റ് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. മകനും ബന്ധുക്കളും ടിക്കറ്റ് ഉടൻ ഏജൻസിയിൽ ഏൽപ്പിക്കുമെന്നാണ് വിവരം. ടിക്കറ്റ് കയ്യിൽ കിട്ടി സമ്മാനം ഉറപ്പാക്കിയ ശേഷമേ സൈതലവി മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും നിൽക്കുകയുള്ളൂ എന്ന് മൂൺ സ്റ്റാർ 1 റെസ്റ്റോറന്റിലെ ബഷീർ ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു. 6 വർഷത്തോളമായി ഇതേ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്ന സൈതലവിയുടെ ഭാര്യയും 2 മക്കളും പനമരത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ്. അതേസമയം ദുബായിലെ യൂട്യൂബർ തളിപ്പറമ്പ് സ്വദേശി ജാസിം കുട്ടിയസനാണ് സൈതലവി സമ്മാനം നേടിയ വിവരം ടിക്ടോക്ക് വീഡിയോയിലൂടെ ലോകത്തെ അറിയിച്ചത്. ഇരുവരും ഒരേ കെട്ടിടത്തിലാണ് താമസിച്ചു വരുന്നത്. ഇന്നലെ നടന്ന നറുക്കെടുപ്പിൽ 12 കോടിയുടെ ഭാഗ്യമുള്ള ടിക്കറ്റിന്റെ ഏജന്റ് കൊല്ലം കോട്ടുമുക്ക് തേവർ ഇല്ലത്ത് മുരുകേഷ് തേവർ ആണെന്ന് കണ്ടെത്തിയെങ്കിലും ടിക്കറ്റിന്റെ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കൊല്ലം കരുനാഗപ്പള്ളി ഇടക്കുളങ്ങരയിലെ ഭാഗ്യക്കുറി സബ് ഓഫീസിൽ നിന്ന് തൃപ്പൂണിത്തറ സ്റ്റാച്യു കോഴിക്കോട്ടെ റോഡിൽ മീനാക്ഷി ലോട്ടറീസ് ഏജൻസിയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോയ ടിക്കറ്റാണിത്. കൗണ്ടറിൽ നിന്ന് ഒറ്റ ടിക്കറ്റായാണ് ഇത് വിറ്റുപോയതെന്ന് തൃപ്പൂണിത്തറയിലെ ലോട്ടറി ഏജൻസിയിലെ ജീവനക്കാർ പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.